ചങ്ങ ചേക്ക് ഇപ്പം ഇതിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് തിന്നിക്കുന്ന ആള് ഇത്ര ദിവസമായി അറിയി കാണുന്നില്ല. ഇന്നിപ്പോൾ ഇവിടുന്ന് കാണാതെ ഏതായാലും പോകാൻ പറ്റില്ല. ഇന്നിങ്ങനെ ചേക്കുനെ കണ്ടിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഒരുപാട് ദിവസമായി കാണാൻ കണ്ട ഒരു പെണ്ണും കാണുന്നില്ല. അടുത്തവന് അൻപറാളെ വെക്കണേ 4-5 പ്രാവശ്യമായിട്ട് 2000 റുപ്യോളം വാങ്ങി. ഒന്നുകിൽ ഇപ്പോൾ പെണ്ണ് അഞ്ചു കൊടുക്കേണ്ടി വരും, അല്ലെ ആ കായ് തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്തേലും പറഞ്ഞ് പറ്റിച്ച് വിടന്നെ, കയ്യുള്ള കായ് പോകാതെ നോക്കാം. ആ പാണ്ടാർക്കാലം വരുന്നുണ്ടല്ലോ. വേങ്ങിട്ട് വാ പല്ലിന് കുത്തിക്കാൻ ഇങ്ങോട്ട് വരികയാണേ. എവിടുന്നോ നക്കി വരാന്നുണ്ട് അല്ലേ? നക്കി വരല്ല, പിന്നെ അത് ഇരിക്കലൊക്കെ തൊഴില് പൊന്നാരൻ അൻപറ അത് ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ശീലാണ്. എന്റെ കാര്യം പറയും. കൊറേ കാലായി പറ്റിക്കണേ. ആ എന്ത് പറ്റിക്കലേ പറ്റിക്കണേ? അതിന് പറ്റിയ പെണ്ണ് കിട്ടണ്ടേ? പറ്റിയ പെണ്ണ് ഇന്നാളും ഇതേമാതിരി പറ്റിയ പെണ്ണ് കിട്ടണ്ട പോയി. നേരം വെളുക്കുമ്പോൾ തൊട്ട് നല്ല ഓട്ടാണ്, ഒരു ഒഴിവ് എനിക്കില്ല. അവിടുന്ന് വിളി ഇവിടുന്ന് വിളിയായിട്ട് ഒരു ഒഴിവ് എനിക്ക് കിട്ടലില്ല. അപ്പൊ ടവലൊക്കെ പോയി തൊപ്പിയപ്പോ നേക്കായി കിട്ടാ. തൊപ്പിയാകുമ്പോ പറഞ്ഞാൽ വെയിലിന് കുറച്ച് നേക്കുണ്ട്. പിന്നെ എവിടെന്നെങ്കിലും ഊരിപ്പായേണ്ട ആവശ്യം വരുമ്പോൾ നേരാണ്ട് പായ അതും നന്നാവും. അതാണ്. എന്താ എന്റെ കാര്യം എന്താണ്? ഇന്റെ കാര്യം എത്ര കാലായി നിക്കണേ? എന്താണ്? ഒരു പെണ്ണ് കെട്ടിച്ചേരാറിട്ട് കൊറേ കാലായല്ലോ. എടാ പറ്റിയ സാധനത്തിന് ഒത്തു കിട്ടണ്ടേ? പിന്നെ കിട്ടണെന്ന് പറഞ്ഞാൽ തറവാടില്ല മറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ അങ്ങനെ ഒഴിവായി പോവാണ്. ഷേക്കോ ഇന്നെങ്കിലും ഒന്ന് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഇന്റെ പൈസ കിട്ടണം. ഇന്റെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണിച്ചു തരുന്നത്. ഇത് കൊറേ കാലം ഇങ്ങനെ പറ്റിച്ചേർക്കണേ. അൻപറോ രണ്ടും കൂടി നടക്കൂല. ഒന്നുകിൽ പെണ്ണ് കാണിച്ചു തരാ, അല്ലെങ്കിൽ എന്റെ പൈസ തരാ. രണ്ടാമതൊന്നും വേണമെന്നേ. എനിക്കൊന്ന് പെണ്ണിനെ കാണിച്ചു തരണോ? പെണ്ണിനെ കാണിച്ചു തരണോ? ഇന്ന് കാണിച്ചു തരണോ? ഇത് കൊറേ കാലം ഇങ്ങനെ നടക്കണേ. ഞാൻ ഇവിടെ കാത്തുനിന്ന് മനുഷ്യൻ. ഇന്നിപ്പോ അതിന് പറ്റിയെന്ന് പറഞ്ഞാല് ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഇതെന്താ 100,000 കാര്യങ്ങൾ തലയുള്ളപ്പോൾ എന്റെ കാര്യമായിട്ട് ഇങ്ങനെ ഓർത്ത് നടക്കാനാവില്ല. നോക്ക് വർത്താനം പറഞ്ഞില്ല. വിളിച്ചു നോട്ടെ. ഈ വർത്താനം പറഞ്ഞ തരികളെ ഒഴിവാക്കി മാറ്റിയാണ്. ഹലോ, ആ മായിനച്ച് എവിടെ ഉള്ളേ? ചേക്കുവാണ്. പിന്നെ ഞാൻ കരീമിന്റെ ഒരു മോളുണ്ട് പറഞ്ഞില്ലേ? പൂലായി നിൽക്കണ തന്നെ. ഇവനും കുറച്ച് പൂലായി നിൽക്കണതാ. അപ്പൊ അതിന് പറ്റിയ സാധനമാണെങ്കിൽ അതന്നെ നല്ലത്. എനിക്ക് പറ്റൂലേ? ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ 4 ദിക്കും കാണാൻ കഴിയുന്നു. അങ്ങനത്തെ വേണം. കാരണം റബ്ബന് കുറച്ച് തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കാനും പറ്റുമല്ലോ. അങ്ങനത്തെ ആയിക്കോട്ടെ. 4 ചുറ്റും കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കണ്ണാണ്. ആയിക്കോട്ടെ, ഇജ്ജ് നിർത്തിക്കോ. അത്യാവശ്യം കട്ടിങ്ങാനൊക്കെ അല്ലേ? കട്ടിങ്ങാനും വേണ്ട എനിക്ക്. ആയിക്കോട്ടെ. കട്ടിങ്ങാനും വേണമെന്നാ പറയണത്. ഒരു കാര്യം ചെയ്യ്, അതിനെ ഒരുക്കി കെട്ടി നിർത്താൻ പറയും കരീമിനോട്. ഓന്റെ കന്നിനല്ലാന്നേ, ഓന്റെ മോളെ. എനിക്കത്തെ പറഞ്ഞ മനസ്സിലാവണില്ലേ? ജിന്റെ മാതിരി ആയപ്പോ അപ്പൊ ഒരുങ്ങി കെട്ടി അല്ല ഇവിടെ പറഞ്ഞ ഒരുക്കി കെട്ടി നിർത്താൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്തോ, മാറ്റി ഒരുങ്ങി അങ്ങാടിക്ക് ഇറങ്ങിക്കോ. എന്നോടല്ല വായന ഇവിടെ പറഞ്ഞാ ഇഞ്ചി എത്ര മാറ്റി ഇറങ്ങിയാലും കണക്കാ. ഇജെപ്പോഴാന്നിട്ട് വരേ? ഇത് കട്ടാക്കട്ടെ. ഇജേ ഒരുക്കി കെട്ടി നിർത്താൻ പറഞ്ഞാളാ. ഞാനേ ഇവനും കൊണ്ടാണ് വരാന്ന് ഉച്ചന്റെ ശേഷം. ശരി എന്നാല്, വലൈക്കും അസ്സലാം. അവളെ ഇനി മാറ്റി ഒരുങ്ങേണ്ട അങ്ങാടിക്ക് ഇറങ്ങിക്കോ. നല്ലൊരു കന്ന് ഉറച്ചാണ്, അല്ല നല്ലൊരു പെണ്ണ് ഉറച്ചാണ്. കരീമിന്റെ മോളാണ് വടക്ക് കണ്ടിയിലെ. അപ്പൊ സാധനം നന്നാവും. അപ്പൊ എന്റെ ഈ എന്ന കോലത്തിനൊന്നും വരാൻ നിൽക്കണ്ട. പൊന്നാര അൻപറേ മാറ്റൂലേ? എന്നാ ഒരുങ്ങി കെട്ടി വന്നോ. ബാക്കി ഞാൻ അതിനേറ്റ് ഈ വരുന്നേ. അതല്ല ഇന്നത്തെ കാര്യം എന്തായാലും നടക്കുന്നേ. ഒരുങ്ങി കെട്ടിയാണ് അങ്ങാടിക്ക് ഇറങ്ങിക്കോ. എന്നാ വിട്ടോ, ഞാൻ പോയി. ആയിക്കോട്ടെ. പിന്നെ എന്ന കോലത്തിൽ വരാൻ നിൽക്കണ്ട, മനസ്സിലായി എനിക്ക്? ഞാൻ അങ്ങാടിയിൽ ഉണ്ടാവും, അങ്ങോട്ട് വന്നാളാ. ഈ പറഞ്ഞ് കേക്കൂനഞ്ഞ് ഈ മസീട്ട് തന്നെ കാണണ്ടാവില്ല. ഞാൻ അങ്ങാടി വന്നാണ്ട് സൂറും കുറ്റി നിൽക്കണ പരി നിൽക്കലുണ്ടാവുള്ളൂ. ഇജ്ജെത്തിനാ രാവിലെ തന്നെ വിളിച്ചെടുത്ത് ഈ തണുപ്പത്ത്? ഞാൻ മൂടി പോച്ച് കെടുക്കല്ലേ? പണിക്ക് പോണ്ട ചങ്ങായി, പേരിലാണ് നിന്നിട്ട് പെണ്ണുങ്ങളാണ് ഇന്ന് പണിക്ക ഒരു മൂടില്ല. മണിയെ മൂട് ഇൻകൂല്ല, പള്ള വേറെ എടുക്കാൻ പോയി. മൂട് ഇൻകൂല്ല. പക്ഷെ എന്താണ് പെരിയിൽ ഇങ്ങനെ നിന്ന പെണ്ണുങ്ങളെയും കുട്ടികളെയും ചോറാൻ എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഏതായാലും പണിക്കോ, എനിക്കൊന്നും ഒരു മൂടില്ല. പണിക്കോ എനിക്കും മൂടില്ല, എന്റെ അത്രയും തീരെയും മൂടില്ല. പണിയെടുക്കാൻ മടിയാടാ. മടിന്ന് പറയാണ്ട, എന്നോട് പറയാൻ ആലോചിച്ച നമ്മൾ നേരം പോലത്തെ ബേതാരോളം നയിച്ച. അതെ, ഇഷ്ടല്ലത്. ഞാൻ ഇനി പണിക്കോട് ഇപ്പത്തെ വെയിലറിയില്ല എനിക്ക്.
ചങ്ങായി അതിന് പെണ്ണുങ്ങൾക്കും കുട്ടികളും തിന്നാൻ കൊടുക്കണ്ട ഈ മടിയോണ്ട്. തിന്നാനവലെന്ത് നമുക്ക് ആരൊക്കെ കടം വാങ്ങി അന്നൊക്കെ തിന്നാൻ കൊണ്ടെടുത്താ പോരെ. അന്ന് നമ്മൾ വാങ്ങിയത് എനിക്ക് ഓർമ്മ ഉണ്ടാ, ഒരു 500 റുപ്യ. ആ. 500 രൂപ വാങ്ങിക്കാണ്ട് നമ്മളെത്താ ചെയ്തത്, പെരീക്കല്ല കൊണ്ടുപോയത്, ഒരു ഹാഫാണ് നമ്മൾ വാങ്ങി അടിച്ചത്. അയച്ചല്ലേ വാങ്ങിയത്. ഞാൻ അയച്ച് വാങ്ങി കൊടുക്കണ്ടേ? നമ്മൾ രണ്ടാളും ഷെയർ ഇട്ട് വാങ്ങിയതല്ലേ. 2 മണി ആ പൈസ വാങ്ങുമ്പോ 250 ഞാൻ തരണെന്ന്. അയച്ച് കൂടി ഇല്ലേനപ്പോ പിന്നെന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം. ഇന്ന് ഏതായാലും ഞാൻ പണിക്കില്ല. വേറെ കാര്യണ്ട് അതില്, ഞാൻ നല്ലോണം പണിക്ക് പോയിന്റെ ആളാണ്. പക്ഷെ എന്റെ ഒപ്പം കൂടിയതിന്റെ ഇനിയിപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യണേ? നമ്മൾ എങ്ങനെയും ഒരു 500 റുപ്യ അല്ലെങ്കിൽ 600 റുപ്യ കിട്ടുമോ നോക്കുക. ആരൊക്കെ കിട്ടുക? അത് കിട്ടും. അത് ആരും കാണുന്ന ആരെയും നമ്മളെ പണിക്ക് വിളിച്ചാണെങ്കിൽ നമുക്ക് ചോദിച്ചാ. അതല്ല, നമുക്ക് വൈകുന്നേരം പെരീക്ക് എന്തെങ്കിലും കൊണ്ടുകൊണ്ട് വരൂലേ? പെരീക്ക് മാണി കൊണ്ട് ഇവിടെ മനസ്സിൽ കൈയും കാലും പറിച്ചെടുക്കാം. അതല്ല, നമ്മൾ പെരേന്ന് പാര പണിക്ക് പോയതല്ലേ. അത് നമുക്ക് എന്തെങ്കിലും പറയാ, പൈസ കിട്ടിയിട്ടില്ല അറിയാ. പക്ഷെ കൈയും കാലും ആരൊക്കെ വാങ്ങും അതിലെ. അത് ഞാൻ ആരെയും തല്ലിട്ടുകാണ്ട് പൈസ ഞാൻ വാങ്ങിക്കും. റെഡിയാക്കൂലേ? അതിൽ എനിക്കറിയില്ല ഞാൻ വളവനാന്നുള്ളത്. ഒരു 500 മാങ്ങ എവിടെയും അടിച്ച് ചുരുണ്ടു കൂടാ. പിന്നെ പണിക്കുന്ന ഏതായാലും ഞാനില്ല. പോവേ വേണ്ട പണിക്ക്. എന്നാ നടക്ക്. പന്നി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വളപ്പിൽ ഒരാച്ച മനുഷ്യനും കാണൂല, പന്നിയില്ല, ഒരു പിഴക്കോയി പോലും കാണുന്നില്ല. ഇതിപ്പോൾ ഒത്തിട്ടൊന്നുമല്ല, ഒരു ഏർപ്പാടെന്നുള്ളവർക്ക് നടത്തുക. പക്ഷെ പണിക്കാരെ പറഞ്ഞ സമയത്തേറ്റേ വരൂല. ഇന്നിപ്പോൾ 2 കവുമുകൾ വരാമെന്ന് പറഞ്ഞാൽ ഒറ്റൊന്നിനെ ബൈക്ക് കാണില്ല. ഭായ കൊലക്കും ഭായയും പറയുന്നുണ്ട്, വെച്ചോലും പറയുന്നു. പക്ഷെ ഭായ കൊലക്കണത് കാണുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇത് ഒത്തു പോകാനുണ്ടാവില്ല. കൃഷിയെല്ലാം കൂടി ആകെ അടുപ്പിലായി. ആ 2 കൊച്ചന്മാർ നടന്നുകൊണ്ടല്ലോ. ചോദിച്ചു നോക്കുക, കിട്ടുകയാണെന്നില്ല. ഇന്നത്തെ പുല്ല് പറിച്ചനും കാര്യങ്ങളൊക്കെ ആണ് കഴിഞ്ഞത്. നിക്കി ഏട്ടാ, ബാണം വിട്ടമാരി പോണ്. നിക്കി നിങ്ങളെ ഞാൻ വിളിച്ചണേ. അയങ്ങട്ടങ്ങള് തുള്ളിച്ചാടി എന്നാട്ട് വന്നാൽ എന്താണ് കാക്ക വേഗം പറഞ്ഞു പോവാനുണ്ട്. അതായത് എവിടുക്കാങ്ങള് 2 ആൾ കൂടി? ഞങ്ങളെ പെരീക്ക് പോവാണ്. പെരേക്കോ? പോണേ. നിങ്ങൾക്ക് ഒരു ചെറിയ പണി എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് പണിയാ? തോട്ടത്തിലെ പുല്ല് അറച്ചാനാ. അത് വേറെ കാര്യണ്ട്. എന്ത് സമയം ഇപ്പൊ 11:30 ആയി. 11:30 ആഴ്ച പ്രശ്നമില്ലാന്ന്, കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങാന്ന്. നാളെ ആക്കിയാലോ? നാളത്തെ കാര്യം ഇന്ന് നടത്തേണ്ട കാര്യം നാളത്തേക്ക് നടത്തിയ നാളത്തെ കാര്യം മറ്റന്നാളാവൂലേ? മറ്റന്നാളായിട്ട് എന്റെ പേരറിഞ്ഞാലേ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പണിയെടുക്കോ? തോട്ടത്തിൽ കമ്മോ? തീട്ടത്തിലല്ല, ഏതായി ചക്കമോ? അതങ്ങനെ തന്നെ, കുറച്ചൊരു സുഖമില്ലാത്ത ആളാ. തോട്ടത്തിൽ അന്റെ ചെവി ഒന്ന് തോഞ്ഞാളാ. ബാലവാടി കുട്ടികളോട് ചോദിച്ചാൽ എന്റെ പേര് പറഞ്ഞു തരും. കമ്മോക്ക, ഞാൻ ഒരു കാര്യം പറഞ്ഞേ. നാളെ ഞങ്ങള് 7 മണിക്ക് വരാം. എടാ, ഈ നാളെ എന്നുള്ള പരിപാടി ഇല്ലാന്ന്. അങ്ങനല്ല കമ്മോക്ക, നാളെ ഞങ്ങള് 7 മണിക്ക് വരാം. വെയിൽ കൂടണ മുന്നായിട്ട് ഒരു 2 മണിക്ക് നിർത്തി പോവും ചെയ്യാം. ഞങ്ങൾ ഇവിടെ പണിയെടുക്കാം. നാളെ രാവിലെ 7 മണിക്ക് വന്നിട്ട് ഒരു 2:30 ഞങ്ങളെ പണിക്കാ വിളിച്ചത്, പാട്ടാനല്ല. അതന്നെ പറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ, നിങ്ങൾ കുറച്ച് പൈസ കടന്നു തരുമോ? അതിനായി അവിടെ ഏൽപ്പിച്ചാ വൈകുന്നേരം കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് പൈസയാണ് വേണ്ടല്ലേ, പണിയല്ല. അങ്ങനെയല്ല കമ്മോക്ക, കട ആക്കി തരണ്ട. നിങ്ങളൊരു 1000 റുപ്യ അഡ്വാൻസ് വന്നാല് ഞങ്ങൾ പൈസ ഞാൻ ആദ്യം കൊടുക്കുന്ന പരിപാടി ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ വന്ന് പണിയെടുക്കാം. തോട്ടത്തിൽ പണിയുണ്ട്. ഞങ്ങൾ 2 നേരം മുട്ടലാണ് അവിടുന്ന്. 2 നേരം നക്കാനും തരും, തിന്നാനും തരും. തിന്നണ കാര്യല്ല കമ്മോക്ക, നിങ്ങളൊരു 1000 റുപ്യ തരി അഡ്വാൻസ് ആയിട്ട്. രാവിലെ ഞങ്ങൾ വരും. രാവിലെ ഞങ്ങൾ 7 മണിക്ക് വന്നിട്ട് ഒരു 2:30 വരെ പണിയെടുക്കാം. അപ്പൊ വെയിലും കുറച്ച് വലിയൊരു ഉപകാരമാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഞാനേ നിങ്ങളെ വിളിച്ചത് പാട്ടിടാനല്ല, പണിയെടുക്കാൻ എന്റെ പറമ്പില്. അതന്നെ ശരി കമ്മോക്ക, വേറെ പ്രശ്നമുണ്ട്. വെയിലിന്റെ അലർജി ഉണ്ട്, വിസർപ്പിന്റെ അലർജി ഉണ്ട്. തിന്നുമ്പോ എന്തേ പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക്? എല്ല് കുത്തണ പ്രശ്നം ഉണ്ടോ തിന്നുമ്പോ? നിങ്ങളെ കൊണ്ട് പണി ഞാൻ എടുപ്പിച്ചു തരാം. നിങ്ങൾ ഏർപ്പാട് വരും. ആ പാടാണ് കാണിച്ചു തരാം. നല്ല തണലാണ് അവിടെ. എന്റെ ബാക്കിൽ വരി. നാളെ പറ്റൂല. ഇങ്ങോട്ട് പോയി എന്റെ ഒപ്പര നടന്നോളി. സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. നടക്കാനൊക്കെ ഉണ്ടാവും. ഒരു സ്ഥലത്തേക്ക് പണിക്ക് വരുമ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിനിവിടെ വെയിലും കാര്യമൊന്നും ഇല്ല എന്റെ തോട്ടത്തില്. നിങ്ങൾ വിചാരിച്ച തോട്ടമല്ല എന്റെ. കഞ്ഞിയൊക്കെ കാരണം ആരാന്റെ കഞ്ഞി അതൊന്നും എടുത്ത് കുടിച്ചാൽ നിൽക്കണ്ട. എന്റെ ഒപ്പം പോരി. മുണ്ടല്ല ചക്ക. മുളകൊന്നും മൂത്തിട്ടില്ല. എവിടേക്കായി പോണ്? കൊറേ അവിടെയാണ് പറമ്പ്.
എവിടാ ഞാൻ കാണിച്ചു തരാം എന്റെ ബാക്കിലോട്ട് വരികയെന്ന്. വെയിലുള്ള വെയ്യേ വെയിലുള്ള പറ്റൂല ഞങ്ങൾക്ക്. നിങ്ങള് വയന്ന ആൾക്കാരാണ്, നിങ്ങൾ പണിക്ക് പോകാൻ മടിയാ ഞങ്ങൾക്ക്. നിങ്ങളെ കണ്ടറിയാം. സൂര്യന്റെ പള്ള വേനൽക്കാൻ നടക്കി കമ്മക്ക സൂര്യന്റെ ഒരു ശക്തി വെയില് കരിഞ്ഞു പോകും. ശക്തിയല്ല ശക്തി. എന്തിനാ ബാക്കിലോട്ട് വാ. കരിഞ്ഞു പോകും. ആ ഇങ്ങോട്ട് വരി. ഇപ്പൊ നമ്മളെ സ്ഥലത്തെത്തിയാണ്. ഇതാണ് നമ്മളെ പറമ്പ്. ഈ കാണുന്നത് മൊത്തം നമ്മളതാണ്. പടി ആ പറയട്ടെ, അതായത് ഇതിപ്പോ മുസ്തഫി നാരായണൻ വന്നാണ് നനച്ചാണ്ട് പോയതാണ് പറമ്പ് മൊത്തം. അപ്പൊ ഓലെ പണി കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒന്നും ചെയ്യാല്ല. ഒന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് മൊത്തം അവിടെയാണ്. അത് കണ്ടാണ് ഈ പറമ്പ്. ഈ പറമ്പ് മൊത്തത്തില് നമുക്ക് ചേമ്പും ചേനയൊക്കെ നടാനുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് ഈ കാട് മൊത്തത്തിൽ വെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റണം. ഈ കാട് മൊത്തം വെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റണം. അതിന് നിങ്ങളടുത്ത് ആയുധങ്ങളൊന്നും ഇല്ലല്ലോ? ആയുധങ്ങളുള്ള ഞങ്ങൾ വേറെ സ്റ്റേറ്റിലാണ്. വേറെ സ്റ്റേറ്റിലാണ്. വേറെ സ്ഥലത്താണുള്ളത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ പറമ്പില് മറ്റേ ഷെഡിന്റെ ഉള്ളിലുണ്ടാവും മറ്റേ അരേകത്തും കൈക്കോട്ടൊക്കെ. ഞാൻ അടുത്താണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇതൊന്നാണ്ട് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കോ. മനസ്സിലായി? ഞങ്ങൾക്ക് ഇത്രയും ചെറിയ പണിയാണ്. അതിന് നിങ്ങൾക്ക് വൈകുന്നേരം എന്താ വെച്ചാൽ ഞാൻ തരും. 10 ദിവസം കൊണ്ട് എടുത്തോളി. അതിനൊന്നും കുഴപ്പമില്ല, തീർക്കണത്. നമ്മക്ക് പണി അങ്ങ് കൊടുക്കും, പൈസ തരേണ്ടി വരും വൈകുന്നേരം. ആണേ പൈസ തരാം. എങ്ങനെയുണ്ട്? ഭാരമില്ലാത്ത പണിയാണ്. കുഴപ്പമില്ല. നിങ്ങളാ കൈക്കൊടുത്തോണ്ടാണ് ഇത് നമ്മക്ക് തീർക്കാം. നിങ്ങളെ കൈക്കൊടുത്തോണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കമ്മാക്ക 6 റുപ്യ ഞങ്ങളെ കൂലി. 1000 2000 എത്ര തരാം. അതിലൊരു റുപ്യ നിങ്ങൾ കുറക്കരുത്. ആന്നേ കൈക്കോടുത്താണ്ട് വരാം. അവയെ നോക്കി 4 കേട്ടോ. അവിടെ നിന്നാണ്ടേ പാണിയാണ് എടുത്തോടി. ഇന്ന് ഈ ബൈക്ക് നിങ്ങൾ കാക്കണ്ട. ഓനക്ക് 2000, മറ്റവനക്ക് 1000. കമ്മു ഇതുവരെ തോട്ടത്ത് വന്നവനക്ക് മര്യാദക്ക് കൂലി കൊടുത്ത ചരിത്രമില്ല മക്കളെ. നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. പണിയാണ് എടുത്തോടി. പണിയെടുത്ത് 10 ദിവസം 5 ദിവസം വെച്ച് എടുക്കാന്നാ പറഞ്ഞത്. ചേല ഇങ്ങോട്ട് കേട്ടാലേ പണിയെടുത്തോടി. പണിയെടുത്ത് പഠിച്ച്